വേർഡ്സ് ഫ്രം ഹാർട്ടിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് അതിലെ 3ാമത്തെ ക്ലാസ്സാണ്. അതായത് ഇന്ന് ഫ്രഞ്ച് റെവല്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം അവിടുത്തെ കുറേ രാജാക്കന്മാരുടെ 2-3 രാജാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളോടുകൂടിയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ച് തുടങ്ങുന്നത്. അതിനു മുന്നേയായി ആ പിക്ചറിൽ എന്ത് കാണാം? നമുക്ക് വേഴ്സൈൽസ് പാലസ് കാണാം. പാലസ് ഓഫ് വേഴ്സൈൽസ്, അവിടുത്തെ രാജകൊട്ടാരം. I am the state. God has given absolute power to the king over his subjects and only God has the authority to question him. I am the state. ഞാനാണ് പരമാധികാരം, അല്ലെങ്കിൽ ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാജ്യം. God has given absolute power to the king over his subjects and only God has. ആരാണ്? ദൈവമാണ് ഈ പരമാധികാരങ്ങളെല്ലാം തന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മാത്രം, only God has the authority to question him. രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു ലൂയിസ് 14. ആഫ്റ്റർ മീ ദ ഡെല്യൂജ്, എനിക്കു ശേഷം പ്രളയം, അതായത് എൻ്റെ ഭരണശേഷം പ്രളയം എന്ന് പറഞ്ഞ മറ്റൊരു ചക്രവർത്തിയായിരുന്നു ലൂയിസ് 15. ഇഫ് ദേ ക്യാൻ ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് തിന്നാൻ ബ്രെഡ് ഇല്ലെങ്കിൽ, റൊട്ടി ഇല്ലെങ്കിൽ അവരെ കേക്ക് തിന്നാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെ എന്ന് ആരാണ് പറഞ്ഞ? മേരി ആൻറ്റോയിനേറ്റ്. അവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ്റെ ആഹാരമാണ് എന്ന് പറയുന്നത് ബ്രെഡ്. അപ്പോൾ ബ്രെഡ് കഴിക്കാനില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് കേക്ക് കഴിക്കുക? അപ്പോൾ അത്രയും എന്താണ് അവരുടെ ചിന്തകളെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എടുത്തു കാട്ടുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് ഇൻ ദ 17th and 18th centuries and the picture of Versailles Palace which was the center of their power are given. Statements made by the rulers of France. ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ പ്രസ്താവനകൾ ഇൻ ദ 17th and 18th century, 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പ്രസ്താവനകളും പിന്നെന്താണ് കൊടുത്തേക്കുന്നത്? വേഴ്സൈൽസ് പാലസ്, അവിടുത്തെ കൊട്ടാരമായ വേഴ്സൈൽ കൊട്ടാരത്തിൻ്റെ പിക്ചറുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ അധികാര കേന്ദ്രം, അവരുടെ അധികാര കേന്ദ്രമായിരുന്നു പാലസ് ഓഫ് വേഴ്സൈൽസ്. What all information do you gather from these statements on the system of rule that existed in France then? അന്നത്തെ കാലത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതി അല്ലെങ്കിൽ ഭരണവ്യവസ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് ഈ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയായിരുന്നു? ഓട്ടോക്രാറ്റിക് റൂൾ, ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു അന്നുണ്ടായിരുന്നത്. റൂളേഴ്സ് വെയർ സ്കോണ്ടേഴ്സ്, ധൂർത്തന്മാരായ രാജാക്കന്മാരും ആയിരുന്നു എന്ന് നമുക്ക് ഈ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് കുഡ് ബി ദ പ്ലൈറ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർ സച്ച് റൂൾ? ഇങ്ങനെയുള്ള സ്വേച്ഛാധിപതികളായ ഏകാധിപതികളായ രാജാക്കന്മാരുടെ കീഴിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ദ ഫോളോവിങ് ലൈൻസ് പോയിൻറ്റ് ടുവേർഡ്സ് ഇറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്കത് മനസ്സിലാക്കി തരും. ഇൻ ഫ്രാൻസ് 9/10 of the population died of hunger and 1/10 of indigestion. അതായത് ഫ്രാൻസിൽ 10ൽ 9 പേർ, ജനസംഖ്യയുടെ 10ൽ 9 പേർ എങ്ങനെ മരിക്കുമ്പോൾ? വിശന്നു മരിക്കുമ്പോൾ. ദഹനക്കേട് കൊണ്ട് 10ൽ ഒരാൾ ദഹനക്കേട് കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു വിഭാഗം കഷ്ടപ്പെടുമ്പോഴും കുറച്ച് ആളുകൾ, കുറേ ലോർഡ്സ്, പ്രഭുക്കന്മാരും ബാക്കിയുള്ള കുറച്ച് ആളുകളും എന്ത് ചെയ്തിരുന്നു? ക്ലർജി വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ എന്ത് ചെയ്തിരുന്നു? സുഖലോലുപരായി ജീവിച്ചിരുന്നു. ദഹനക്കേട് കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവർ സുഖലോലുപരായി ജീവിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രോം ദിസ് ദാറ്റ് വൈൽ ദ മെജോറിറ്റി ഇൻ ഫ്രാൻസ് ലീവ്ഡ് ഇൻ മിസറി, എ മൈനോറിറ്റി ഇൻക്ലൂഡിംഗ് ദ റൂളേഴ്സ് ലെഡ് എ ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവേഗൻസ്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദിസ്, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വൈൽ ദ മെജോറിറ്റി ഇൻ ഫ്രാൻസ് ലീവ്ഡ് ഇൻ മിസറി, അതായത് ഫ്രാൻസിലെ മെജോറിറ്റി, ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ, ദുരിതം കൊണ്ട് ജീവിക്കുമ്പോൾ, എ മൈനോറിറ്റി ഇൻക്ലൂഡിംഗ് ദ റൂളേഴ്സ്, ഭരണകർത്താക്കൾ ഉൾപ്പെടെ, റൂളേഴ്സ് ഉൾപ്പെടെയുള്ള ചെറിയ വിഭാഗം എന്ത് ചെയ്തിരുന്നു? ലെഡ് എ ലൈഫ് ഓഫ് ലക്ഷറി, ആഡംബര ജീവിതമാണ്. ലക്ഷറി ആൻഡ് എക്സ്ട്രാവേഗൻസ്, അവരുടെ ആഡംബര ജീവിതത്തെയാണ് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദിസ് സിറ്റുവേഷൻ വാസ് ദ റിസൾട്ട് ഓഫ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി ദാറ്റ് എക്സിസ്റ്റഡ്
എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ഈ സിറ്റുവേഷൻ, ഈ അവസ്ഥ എന്തിൻ്റെ ഫലമാക്കുന്നു? സിറ്റുവേഷൻ വാസ് ദി റിസൾട്ട് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം എവിടെ നിലനിന്നിരുന്ന? ഫ്രാൻസിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ഫ്രാൻസിൽ അസമത്വവും സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം നിലനിൽക്കുന്നതിന് കാരണമായി തീർന്നു. ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്ട്രാറ്റ ആൻഡ് ദേ വെയർ നോൺ ആസ് ദ എസ്റ്റേറ്റ്സ്. ഫ്രഞ്ച് സമൂഹത്തെ എന്ത് ചെയ്തിരുന്നു? 3 സ്ട്രാറ്റകളായി, വിഭാഗങ്ങളായി, അല്ലെങ്കിൽ 3 തട്ടുകളായി തരംതിരിച്ചിരുന്നു. അവയെ എസ്റ്റേറ്റുകളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. യു ക്യാൻ ഫൈൻഡ് മോർ ഇൻഫർമേഷൻ ഓൺ ദ ഫ്രഞ്ച് സൊസൈറ്റി ഫ്രം ദ ചാർട്ട് ഗിവൺ. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നിന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നെക്സ്റ്റ് പേജ് നമ്മൾ നോക്കുമ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി, ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, തേർഡ് എസ്റ്റേറ്റ് ദ മിഡിൽ ക്ലാസ് കോമൺസ്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വിഭാഗം, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭു വിഭാഗം, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു? മിഡിൽ ക്ലാസ്സസ്, അതായത് മധ്യവർത്തികളായ ആരൊക്കെ? ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, കച്ചവടക്കാരുണ്ടായിരുന്നു, റൈറ്റേഴ്സ്, എഴുത്തുകാർ, ലോയേഴ്സ്, വക്കീൽ, ഒഫീഷ്യൽസ്, ബാക്കി ഓഫീസ് ജോലികൾ, അതുപോലെ ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ, കർഷകരും കരകൗശല മറ്റ് ജോലി ചെയ്തിരുന്നവരും ഒക്കെ ഉൾപ്പെടുന്നു. അപ്പോൾ 3 എസ്റ്റേറ്റുകളായിരുന്നു ഇവ. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, ആദ്യത്തെ വിഭാഗമായ പുരോഹിതവർഗം എന്ത് ചെയ്തിരുന്നു? ഫ്രഞ്ച് സമൂഹത്തിലെ ഫസ്റ്റ് സ്ട്രാറ്റ, ഏറ്റവും ഉയർന്ന വിഭാഗത്തിലായിരുന്നു. അവർ സുഖലോലുപരായി സമൂഹത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഏറ്റവും മുകളിലത്തെ തട്ടിലായിരുന്നു ക്ലർജി വിഭാഗം. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവരുടെ കൈവശം ധാരാളം ഭൂമിയുണ്ടായിരുന്നു. കളക്റ്റഡ് ദ ടാക്സ് കാൾഡ് തിദേ ഫ്രം ഫാർമേഴ്സ്, കർഷകരിൽ നിന്നും അവരെ പിരിച്ചിരുന്നു? തിദേ എന്നു പേരുള്ള ഒരു നികുതി എന്ത് ചെയ്തിരുന്നു? പിരിവെടുത്തിരുന്നു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ നികുതികളിൽ നിന്നും എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു ഈ പുരോഹിതന്മാരെ. കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, എന്ത് ചെയ്തിരുന്നു? ഭരണ രംഗത്തും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും അതുപോലെ മിലിറ്ററി സർവീസിൽ, സൈനിക സേവന രംഗത്തുമെല്ലാം അവർ ഹൈ പൊസിഷൻ അവരുടെ കയ്യിൽ, അവരുടെ കൺട്രോളിലായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫ്രഞ്ച് സമൂഹത്തെ 3 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. അതിൽ ഏറ്റവും മുകളിലത്തെ തട്ടിലുണ്ടായിരുന്നത് ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വിഭാഗമായിരുന്നു. അവരുടെ കൈവശം വിശാലമായ ഒരുപാട് ഭൂമിയുണ്ടായിരുന്നു. അവർ കർഷകരിൽ നിന്നും തിദേ എന്നു പേരുള്ള ഒരു നികുതി പിരിച്ചിരുന്നു. അവരെ എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഭരണരംഗത്തും മിലിറ്ററി സർവീസിലും ഉയർന്ന പൊസിഷനെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? ക്ലർജി വിഭാഗം ആയിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ്, രണ്ടാമത്തെ തട്ടിൽ, ആ സ്ട്രാറ്റിൽ രണ്ടാമത് വരുന്നത് നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭു വിഭാഗം. ഏകദേശം ക്ലർജി വിഭാഗം അനുഭവിച്ചിരുന്ന എല്ലാ സുഖലോലുപതയും ആർക്കും ഉണ്ടായിരുന്നു? നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭു വിഭാഗത്തിനും ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? സൈനിക സേവനം ചെയ്യാമായിരുന്നു. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാർമേഴ്സ്, കർഷകരിൽ നിന്നും പലതരത്തിലുള്ള നികുതികൾ അവർ കളക്ട് ചെയ്തിരുന്നു. മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്, കർഷകരെ കൊണ്ട് വേജസ്, കൂലിയില്ലാതെ എന്ത് ചെയ്തിരുന്നു? ഇവർ തൊഴിലെടുപ്പിച്ചിരുന്നു, ജോലി ചെയ്യിപ്പിച്ചിരുന്നു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, അവരെയും എന്ത് ചെയ്യുന്നു? നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, അവർ ആഡംബരപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്സ്, അവരുടെ കൈവശവും എന്തുണ്ടായിരുന്നു? ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലർജി വിഭാഗത്തിൻ്റെ ഏതാണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും സുഖലോലുപതയും ആർക്കും ഉണ്ടായിരുന്നു? നൊബിലിറ്റിക്ക്. നെക്സ്റ്റ് തേർഡ് എസ്റ്റേറ്റ്, മിഡിൽ ക്ലാസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, അതുപോലെ തന്നെ ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു റോളും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി ടൈലേ ടു ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിലേക്ക് ടൈലേ എന്നു പേരുള്ള ഒരു നികുതി അടയ്ക്കണമായിരുന്നു. അപ്പോൾ മാറിപ്പോകരുത്, തിദേ ആൻഡ് ടൈലേ. തിദേ എന്ന് പറയുന്നത് ഫാർമേഴ്സിൽ നിന്നും ക്ലർജി വിഭാഗം പിരിച്ചിരുന്ന നികുതിയാണ് തിദേ. ടൈലേ എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റിലുള്ള കർഷകർ ഗവൺമെൻറ്റിൽ അടച്ചിരുന്ന നികുതിയെയാണ്, തേർഡ് എസ്റ്റേറ്റുകാർ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരുന്ന ലാൻഡ് ടാക്സാണ് ടൈലേ, തിദയും ടൈലേയും.
ലോ സോഷ്യൽ സ്റ്റാറ്റസ്, താഴ്ന്ന സാമൂഹിക പദവിയാണ് മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഉണ്ടായിരുന്നത്. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, എന്ത് ചെയ്യണമായിരുന്നു? ക്ലർജി വിഭാഗത്തിനും നോബിൾസിനും, പുരോഹിതവർഗത്തിനും പ്രഭുവർഗത്തിനും ഇവരെന്ത് കൊടുക്കണമായിരുന്നു? നികുതികൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റിയെ 3 തട്ടുകളായി വിഭജിച്ചിരുന്നു. ക്ലർജി, പുരോഹിത വിഭാഗം, നൊബിലിറ്റി പ്രഭുവർഗം, തേർഡ് എസ്റ്റേറ്റ് മധ്യവർത്തികളായ കുറേ വിഭാഗങ്ങൾ. ഇവരും കൂടി ചേർത്തായിരുന്നു മൂന്നാമത്തെ വിഭാഗം. ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരും സമൂഹത്തിലെ എല്ലാ സുഖലോലുപതയും അനുഭവിച്ച് ജീവിച്ചപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. നെക്സ്റ്റ്, ഐഡിയോളജീസ് ഇൻസ്പയർ. എന്താണ്? ചില ചിന്തകന്മാരുടെ ആശയങ്ങൾ ഇവരെ പ്രചോദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് പ്രചോദനമേകുന്നു. എല്ലാ വിപ്ലവങ്ങളിലും ആരുണ്ടാവും? കുറേ തത്വചിന്തകന്മാരുണ്ടാകും. അവരുടെ രചനാ വൈഭവം കൊണ്ട് അവർ ജനങ്ങളുടെ ഇടയിൽ എന്ത് നേടിയിട്ടുള്ളവരാണ്? സ്ഥാനം നേടിയിട്ടുള്ളവരാണ്. വേരിയസ് തിങ്കേഴ്സ് ആൻഡ് സ്ട്രീംസ് ഓഫ് തോട്ട് ഇൻ ഫ്രാൻസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ മേക്കിംഗ് ദ പീപ്പിൾ അവെയർ ഓഫ് ദി ഇൻഇക്വാളിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. വേരിയസ് തിങ്കേഴ്സ് ആൻഡ് സ്ട്രീംസ് ഓഫ് തോട്ട് ഇൻ ഫ്രാൻസ്, പലതരത്തിലുള്ള ചിന്തകരും ഒരുപാട് ചിന്തകരും അതുപോലെ സ്ട്രീംസ് ഓഫ് തോട്ട്, ചിന്താധാരകൾ, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന അവരുടെ ചിന്തകൾ എന്ത് ചെയ്തു? പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ, ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇൻ മേക്കിംഗ് ദ പീപ്പിൾ അവെയർ ഓഫ് ദ ഇൻഇക്വാളിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ 2 വർഗങ്ങളിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന അസമത്വങ്ങൾ, ഇൻഇക്വാളിറ്റി, അസമത്വവും എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ജനങ്ങൾക്ക് നേരെയുള്ള ചൂഷണത്തെയും അതുപോലെ തന്നെ അസമത്വങ്ങളെയും കുറിച്ച് വളരെ നന്നായി ഈ ചിന്തകന്മാർ അവരെന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അതെന്തൊക്കെയാണ്, ഏതൊക്കെ ചിന്തകന്മാരാണെന്നും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 തത്വചിന്തകന്മാരാണുള്ളത്. നെക്സ്റ്റ്, വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. ഈ 3 പേരുകൾ ഫ്രഞ്ച് വിപ്ലവം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ഈ 3 പേരുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓർത്തിരിക്കണം. ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട 3 തിങ്കേഴ്സാണ് വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. വോൾട്ടയർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. റിഡിക്യൂൾഡ് എന്ന് പരിഹസിച്ചു, അതായത് ക്ലർജി വിഭാഗത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തെ എന്ത് ചെയ്യാനുണ്ടായത്? വോൾട്ടയർ പരിഹസിച്ചു. അതുപോലെ പ്രൊമോട്ടഡ് റേഷണൽ തിങ്കിങ്, യുക്തിചിന്തയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം, അതുപോലെ എന്തിനെയൊക്കെയാണ്? റേഷണൽ തിങ്കിങ്ങിനോടൊപ്പം തന്നെ അദ്ദേഹം ഉത്കൃഷ്ടമായ ഇക്വാളിറ്റി, സമത്വത്തെയും മാനവികതയെയും അദ്ദേഹം എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ വോൾട്ടയർ. നെക്സ്റ്റ്, റൂസോ. സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൻ്റെ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. എന്തായിരുന്നു? മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഒരുപാട് കെട്ടുപാടുകളിലാണ്, ചങ്ങലകളിലാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു റൂസോ. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഇതാരുടെ വാക്കുകളാണ്? റൂസോ. ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. അദ്ദേഹം എന്താണ് പ്രഖ്യാപിച്ചത്? ജനങ്ങളാണ് രാജ്യത്തിൻ്റെ പരമാധികാരികളെന്ന് പ്രഖ്യാപിച്ചതും ആരായിരുന്നു? റൂസോ ആയിരുന്നു. മൊണ്ടസ്ക്യൂ എന്താണ് പറഞ്ഞത്? എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്. അദ്ദേഹം ജനാധിപത്യത്തെയും അതുപോലെ ജനാധിപത്യ വാഴ്ച, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്തിലുള്ള ഭരണമാണ് റിപ്പബ്ലിക്. അപ്പോൾ ആ ജനാധിപത്യ വാഴ്ചയെയും ജനാധിപത്യത്തെയും എന്തു ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അതാണ് മൊണ്ടസ്ക്യൂ. അതുപോലെ തന്നെ സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് വെച്ചത്? ജനാധിപത്യ വാഴ്ചയാണെങ്കിൽ, ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിലാണെങ്കിൽ അധികാരം എന്ത് ചെയ്യണം? ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ, അതുപോലെ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി, നീതിന്യായ വകുപ്പ്, ഈ 3 തട്ടുകളിലായി തരംതിരിക്കണം. അതാണ് യഥാർത്ഥ ജനാധിപത്യ വാഴ്ച എന്ന് മൊണ്ടസ്ക്യൂവും പറഞ്ഞു. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട 3 തിങ്കേഴ്സാണ് വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. നെക്സ്റ്റ്, ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്തായിരുന്നു?
ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ സുഖലോലുപരായി ജീവിക്കുന്നതും മൂന്നാമത്തെ എസ്റ്റേറ്റിനെ അടിച്ചമർത്തുന്നതുമായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലീഡ്. എന്ത് ചെയ്യുന്നു? മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു, അല്ലെങ്കിൽ ഒന്നാമതെത്തുന്നു. ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കോണ്ടർ ഓഫ് ദി ബോർബോൺ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ് ആർ ദ ഫ്രീക്വൻറ്റ് വാർസ് ദേ വേഗ് along with the frequent spells of drought and crop failure brought France into the brink of bankruptcy. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കോണ്ടർ ഓഫ് ദി ബോർബോൺ കിങ്സ്, ആ ഏകാധിപത്യ രാജാക്കന്മാരുടെ, അതായത് ഈ ബോർബോൺ രാജാക്കന്മാർ, ഫ്രാൻസിലെ ചക്രവർത്തിമാരെ അറിയപ്പെട്ടിരുന്നതാണ് എന്തെന്ന്? ബോർബോൺ രാജാക്കന്മാർ. ഇവരുടെ ആഡംബര ജീവിതം എന്ത് ചെയ്യുകയുണ്ടായി? ആരുടെയൊക്കെയാണ്? ക്ലർജി വിഭാഗം, പുരോഹിത വർഗത്തിൻ്റെയും പ്രഭുവർഗത്തിൻ്റെയും അവരുടെ ആഡംബര ജീവിതം, അതുപോലെ അവർ നടത്തിയ ഫ്രീക്വൻറ്റ് വാർസ് ദേ വേഗ്ഡ്, അവർ നടത്തിയ മത്സര യുദ്ധങ്ങൾ, തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങൾ, എലോങ് വിത്ത് ദ ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട്, തുടർച്ചയായി ഉണ്ടായ അവരുടെ രാജ്യത്ത് തുടർച്ചയായി ഉണ്ടായ വരൾച്ച, ആൻഡ് ക്രോപ്പ് ഫെയിലുവർ, വിളനാശം, അവരുടെ രാജ്യത്തെ കൃഷിയിലുണ്ടായ നാശം, ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? ബ്രോഡ് ഫ്രാൻസ് ടു ദി ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. ബാങ്ക്രപ്സി മീൻസ് നിർധനത്വം അല്ലെങ്കിൽ പാപ്പരത്വം. രാജ്യത്തെ ഏതവസ്ഥ, ഗുരുതരമായ പാപ്പരത്വം അല്ലെങ്കിൽ നിർധനാവസ്ഥയിൽ എത്തിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെ ആഡംബര ജീവിതം, അത് രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും എല്ലാം എന്ത് ചെയ്യുകയാണ്? ആഡംബര ജീവിതങ്ങളും ഈ തുടരെയുണ്ടായിരുന്ന യുദ്ധങ്ങളും അതുപോലെ അവിടെ ഉണ്ടായ വരൾച്ച, അതുപോലെ വിളനാശം, ഇതെല്ലാം ഫ്രാൻസിനെ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടായി. ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ടു അമേരിക്കൻ കോളനീസ് in the American War of Independence also aggravated the financial crisis in France. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടായി? ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ്, സാമ്പത്തികവും സൈനികപരവുമായ സഹായം ഗിവൺ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആർക്ക് നൽകിയ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അമേരിക്കൻ കോളനികളെ സഹായിച്ചു. എങ്ങനെയാണ്? സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കുകയുണ്ടായി. അതും എന്ത് ചെയ്തു? ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഫ്രാൻസിനെ കൊണ്ടെത്തിച്ചു, സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചു. ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്, ലൂയി 16 summoned the State General, the Legislative Assembly of the Representatives from all the 3 estates in 1789. എന്ത് ചെയ്യേണ്ടായി? ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്, സാധാരണക്കാരുടെ മേൽ. അപ്പോൾ ഇങ്ങനെയുള്ള ദുരിതപൂർണമായ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഇരിക്കുമ്പോൾ ഇവരെന്ത് തീരുമാനിക്കുന്നു? മൂന്നാം എസ്റ്റേറ്റുകാരുടെ മേൽ വീണ്ടും നികുതി ചുമത്താമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ നികുതി ചുമത്തുന്നതിനായി, സാധാരണക്കാരുടെ മേൽ, കോമണേഴ്സിൻ്റെ മേൽ നികുതി ചുമത്തുന്നതിനായി ആരാണ് വിളിച്ചു കൂട്ടുന്നത്? ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ്, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രതിനിധികളെ, അതായത് ഈ 3 എസ്റ്റേറ്റിലുമുള്ള പ്രതിനിധികളെ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നു. ആരാണ്? ലൂയിസ് 16 എന്നാണ് 1789. സിമിലർ ടു ദി ഫ്രഞ്ച് സൊസൈറ്റി, ദ സ്റ്റേറ്റ് ജനറൽ ഓൾസോ ഹാഡ് 3 എസ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെയാണ്? 3 എസ്റ്റേറ്റുകളായിരുന്നല്ലോ അവിടുത്തെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ട്രഡീഷണലി, സാധാരണ പരമ്പരാഗതമായി അവരെന്താണ് ചെയ്യുന്നത്? ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. ഓരോ എസ്റ്റേറ്റിനെയും റെപ്രസെൻ്റ് ചെയ്ത് 1 വോട്ട് മാത്രമേ, അതായത് 1-ാം എസ്റ്റേറ്റിൽ നിന്നും 1 വോട്ട്, 2-ാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് 1 വോട്ട്, 3-ാം എസ്റ്റേറ്റിന് 1 വോട്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പിന് 1 വോട്ട് എന്നതായിരുന്നു അവിടുത്തെ രീതി. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി എന്താണ് എപ്പോഴും സംഭവിക്കാറുള്ളത്? ദ നൊബിലിറ്റി ആൻഡ് ദ ക്ലർജി വുഡ് ഓൾവേസ് ഓവർ റൂൾ ദ തേർഡ് എസ്റ്റേറ്റ്. എപ്പോഴും ആര് തന്നെ മറികടന്ന് വരും? ഈ നൊബിലിറ്റിയും ക്ലർജിയും തന്നെ ജയിച്ച് വരികയും 3-ാം എസ്റ്റേറ്റിനെ ഭരിക്കുന്ന അവസ്ഥയും ഉണ്ടായി. ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം. ഈ ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ളവരും ഒരു ഗ്രൂപ്പിന് 1 വോട്ട് എന്ന ആ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റത്തിന് വേണ്ടി വാദിച്ചപ്പോൾ, വൈൽ ദ തേർഡ് എസ്റ്റേറ്റ്, ആ കോമൺസ് ഉൾപ്പെട്ടിരുന്ന 3-ാം എസ്റ്റേറ്റുകാർ ഡിമാൻഡ് ചെയ്തത് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദ 3 എസ്റ്റേറ്റ്സ്. ആ 3 എസ്റ്റേറ്റുകളിലും എന്ത് നടപ്പിലാക്കണമെന്നാണ്? ഓരോ വ്യക്തിക്കും 1 വോട്ട് എന്നുള്ള രീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ അവരുടെ അംഗസംഖ്യയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റേറ്റ്സ് ജനറലിൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ 285 പേരുണ്ടായിരുന്നു, സെക്കൻഡ് എസ്റ്റേറ്റ് 308, തേർഡ് എസ്റ്റേറ്റ് 621. അപ്പോൾ ഗ്രൂപ്പുകളായി എപ്പോഴും
വോട്ടിംഗ് സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 2 ഗ്രൂപ്പ് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ തന്നെ ജയിക്കും. അതേസമയം ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ള തേർഡ് എസ്റ്റേറ്റിൻ്റെ വാദമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, തേർഡ് എസ്റ്റേറ്റ് വിജയിക്കുകയും ചെയ്യുന്നു. വൈൽ ദ ആർഗ്യുമെൻറ്റ്സ് വെൻറ്റ് ഓൺ, അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ തർക്കങ്ങൾ ഇങ്ങനെ തുടരവേ ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ദംസെൽവ്സ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. എന്ത് ചെയ്യുകയുണ്ടായി, 3-ാം എസ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തു, പ്രസ്താവിച്ചു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. എന്താണ്, അവർ സ്വയം തന്നെ അവരവിടുത്തെ ദേശീയ അസംബ്ലി, ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയായി സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. ദേ അസംബിൾഡ് ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ, അവരടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യുന്നു, ഒത്തുകൂടുന്നു. ആൻഡ് സ്വോർ നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിൽ ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ എന്ന്, അവിടെ നിന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ എന്ന്, ആ ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് അവർ എന്ത് ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. ദിസ് ഈവൻറ്റ് ഈസ് നോൺ ആസ് ദ ടെന്നീസ് കോർട്ട് ഓത്ത്, ഈ സംഭവത്തെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റുകളും ഈ വോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടരവേ എന്ത് ചെയ്യുകയാണ്, 3-ാം എസ്റ്റേറ്റുകാർ സ്വയം പ്രഖ്യാപിക്കുന്നു, ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അവരെന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ സമ്മേളനം ചേരുകയും അവിടെ അവരെന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഫ്രെയിം ചെയ്തിട്ടേ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റസ് ഡിസ്കസ് ദ സബ്സിക്വൻറ്റ് ഈവൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ചാർട്ട് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് തുടർ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 14 ജൂലൈ 1789, 1789 ജൂലൈ 14, റവല്യൂഷണറി സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഡെമോളിഷ്ഡ് ദ ബാസ്റ്റൈൽ പ്രിസൺ. എന്ത് ചെയ്യുകയാണ്, വിപ്ലവകാരികൾ, റവല്യൂഷണറീസ് ആരാണ്, വിപ്ലവകാരികൾ, സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ, എന്ത് മുഴക്കി, മുദ്രാവാക്യം മുഴക്കി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ലിബർട്ടി മീൻസ് സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, ഫ്രട്ടേണിറ്റി സാഹോദര്യം. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം, സ്ലോഗൻ. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അവരെന്ത് ചെയ്യുകയുണ്ടായത്, ഈ വിപ്ലവകാരികൾ ഈ 3 മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് എന്ത് തകർത്തു, ഡെമോളിഷ്ഡ് ദ ബാസ്റ്റൈൽ പ്രിസൺ, ബാസ്റ്റൈൽ കോട്ട തകർക്കുകയും ദ സിംബൽ ഓഫ് ബോർബോൺ മൊണാർക്കി, ബോർബോൺ രാജവാഴ്ചയുടെ, ഫ്രാൻസിലെ ബോർബോൺ രാജാക്കന്മാരുടെ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റൈൽ പ്രിസൺ, ബാസ്റ്റൈൽ കോട്ട ആര് തകർക്കുകയുണ്ടായി, വിപ്ലവകാരികൾ തകർക്കുകയുണ്ടായി. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതായിരുന്നു. ദിസ് ഈവൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതിനെ കമൻസ്മെൻറ്റ്, ഒരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കം എന്ന് പറയാം. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എന്തെന്ന് പറയാം, അല്ലെങ്കിൽ അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് 12 ഓഗസ്റ്റ് 1789, ആഗസ്റ്റ് 12, 1789 ആഗസ്റ്റ് 12 നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. എന്ത് ചെയ്യുകയാണ്, നാഷണൽ അസംബ്ലി എന്ത് പാസ്സാക്കുന്നു, മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിൽ പാസ്സാക്കുകയുണ്ടായി. നെക്സ്റ്റ് ഒക്ടോബർ, അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇല്ല, ഒക്ടോബർ മാസത്തിൽ 1789 thousands of women marched from Paris to the Palace of Versailles with the slogan "Give us bread." എന്ത് ചെയ്യേണ്ട, thousands of women, എത്ര ആയിരക്കണക്കിന് സ്ത്രീകൾ മാർച്ചഡ് ഫ്രം പാരീസ് ടു ദി പാലസ് ഓഫ് വെഴ്സൈൽ. എവിടെ നിന്നാണ്, പാരീസിൽ നിന്നും എവിടേക്ക്, ഈ വേഴ്സൈൽ കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. അതായത് അവരൊരു പ്രകടനം നടത്തുകയുണ്ടായി. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗീവ് അസ് ബ്രെഡ്, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, പ്രകടനത്തിന് ഇറങ്ങി എന്ത് ചെയ്യുകയാണ്, അവർ ഭക്ഷണത്തിന് വേണ്ടി
സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ കാണുന്നത്. നെക്സ്റ്റ് 1792 സെപ്റ്റംബറിൽ എന്താണ് സംഭവിക്കുന്നത്? ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. അവിടുത്തെ ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്യേണ്ടായി? ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്, ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി, ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇതുവരെയെങ്കിലും ഈ പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇതുവരെയെങ്കിലും എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? 1789 ജൂലൈ 14 വിപ്ലവകാരികൾ എന്ത് ചെയ്യുകയുണ്ടായി? ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബാസ്റ്റേൽ പ്രിസൺ അതായത് ബാസ്റ്റേൽ കോട്ട തകർക്കുകയുണ്ടായി. ബോർബോൺ രാജാക്കന്മാരുടെ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റേൽ കോട്ട തകർത്തു. ഈ സംഭവം എന്താണ്? ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആയി നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് 1789 ഓഗസ്റ്റ് 12 എന്ത് ചെയ്യുകയുണ്ടായി? മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. 1789 ഒക്ടോബറിൽ എന്ത് ചെയ്യുകയുണ്ടായി? ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പ്രകടനം നടത്തുന്നു. എവിടേക്കാണ്? വെഴ്സൈൽ പാലസിലേക്ക്. എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നുള്ള, ഗീവസ് ബ്രെഡ് എന്നുള്ള മുദ്രാവാക്യവുമായിട്ട്. 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്യുന്നു? ഒരു ദേശീയ കൺവെൻഷൻ, അവർ ദേശീയ കൺവെൻഷനിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഫ്രാൻസിനെ ഒരു പ്രൊക്ലെയിം ചെയ്യാണ് റിപ്പബ്ലിക്കായിട്ട്. നെക്സ്റ്റ് ലാസ്റ്റ് അതിലുള്ളത് ബോർബോൺ രാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്തത് എങ്ങനെയാണ്? റെയിൻ ഓഫ് ടെറർ, ഒരു ഭീകരവാഴ്ച. ഇൻ ജൂലൈ 1793 എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ടു കൺട്രോൾ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി 1793 ജൂലൈയിൽ. റോബസ്ഫിയർ ലെഡ് ദ കമ്മിറ്റി ഇൻ വിച്ച് ലീഡേഴ്സ് ലൈക്ക് മിറാബെ, ഡാൻഡൻ എറ്റ്സെട്ര. അതിൻ്റെ നേതൃത്വം കൊടുത്ത വ്യക്തി റോബസ്ഫിയർ ആയിരുന്നു. കൂടാതെ ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മിറാബെ, ഡാൻഡൻ എന്നിവരും ഉണ്ടായിരുന്നു. വെയർ മെമ്പേഴ്സ് യൂസിങ് ഗില്ലറ്റിംഗ് ദേ ഡിഡ് മാസ് എക്സിക്യൂഷൻസ് ഓഫ് സസ്പെക്റ്റഡ് എനിമീസ് ഓഫ് ദ റെവല്യൂഷൻ. അതായത് എന്താണ്? നിഷ്കരുണം വധിക്കുകയുണ്ടായി. എന്തിനാണ്? ഈ ശത്രുക്കളെ, അവരുടെ രാജ്യത്തെ ശത്രുക്കളെ, റെവല്യൂഷൻ, ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ടുണ്ടായ ശത്രുതയിൽ ഉണ്ടായിരുന്നവരെ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം ഉപയോഗിച്ച് വധിക്കുകയുണ്ടായി. എ ലോട്ട് ഓഫ് നോബിൾസ് ആൻഡ് ക്ലർജി, ഒരു ധാരാളം ക്ലർജി വിഭാഗത്തിൽപ്പെട്ട പ്രഭുക്കന്മാരും അതുപോലെ തന്നെ ആരാണ്? പുരോഹിതന്മാരുമൊക്കെ, ഇൻക്ലൂഡിങ് ലൂയിസ് 16, ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മേരി ആൻറ്റോയിനറ്റിനെ വരെ എന്ത് ചെയ്യുന്നു? ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലുന്നു. അറ്റ് ലാസ്റ്റ് റോബസ്ഫിയർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ്. അവസാനം ഇത് നടപ്പിലാക്കാൻ ഇതിൻ്റെ ലീഡറായി തിരഞ്ഞെടുത്ത, നേതൃത്വം കൊടുത്ത റോബസ്ഫിയർ പോലും ഈ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ വിധിക്ക് വിധേയനാവുകയാണ് ഉണ്ടായത്. ദ റെയിൻ ലാസ്റ്റഡ് അണ്ടിൽ ജൂലൈ 1794. 1796 കൂടി എന്ത് ചെയ്യുന്നു? ഈ ഭീകരവാഴ്ച അവസാനിക്കുന്നു. ആൻഡ് ഈസ് നോൺ ആസ് ദ റെയിൻ ഓഫ് ടെറർ. ഇതിനെയാണ് ചരിത്രത്തിൽ ഭീകരവാഴ്ച, ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഭീകരവാഴ്ച എന്നൊന്നുകൂടി പറയാം. 1793 ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? റോബസ്ഫിയർ ആയിരുന്നു. അദ്ദേഹത്തെ കൂടാതെ 2 നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? മിറാബെ, ഡാൻഡൻ എന്നിവരായിരുന്നു. ഇവർ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്? അവരുടെ രാജ്യത്തിൻ്റെ വിപ്ലവങ്ങൾക്ക് എതിരായിട്ട് നിന്ന ശത്രുക്കളെ നിഷ്കരണം വധിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഒരുപാട് നോബിൾസും ക്ലർജി വിഭാഗത്തിൽപ്പെട്ടവരും ആരൊക്കെ ഉൾപ്പെടെ ലൂയിസ് 16 അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മേരി ആൻറ്റോയിനറ്റും ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. അവസാനം ഈ കമ്മിറ്റിയുടെ ലീഡറായിരുന്ന റോബസ്ഫിയറും ഈ വധശിക്ഷയ്ക്ക് വിധേയനാവുകയാണ്. ദ റെയിൻ, അവസാനം ഈ ഭീകരവാഴ്ച 1794 ജൂലൈയിൽ അവസാനിക്കുന്നു. അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ കാലഘട്ടമാണ് റെയിൻ ഓഫ് ടെറർ, ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ത് ചെയ്യാണ്? ഇവിടെ അവസാനിക്കുക. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? ഇവിടെ കഴിയുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം.